അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടോ. ഞാനിന്നിവിടെ കുറച്ച് കുഴിയപ്പാട്ടം ഉണ്ടാക്കിയിട്ടുള്ളത്. ഉണ്ണിയപ്പം കുഴിയപ്പം എന്നൊക്കെ പറയും നമ്മളവിടെ. അപ്പോൾ പച്ചരി വെള്ളത്തിട്ടിട്ട് പൊതിർത്തിയതിന് ശേഷമാണ് നമ്മൾ ഇതിങ്ങനെ ഊറ്റി വെച്ചിട്ടാണ് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് ആവശ്യത്തിലുള്ള കുറച്ച് പച്ചരി ഞാൻ അങ്ങനെ പൊതിർത്തി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, വെള്ളം ചോരാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ചെറിയ ജീരകം 1 സ്പൂൺ എടുത്തിട്ടുണ്ട്, ഒരു 5-6 ഏലക്കായ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ചോറ് 2-3 ഒരു പിടി ഇങ്ങനെ ഉള്ളു കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് അരക്കാനുള്ള അരി കുറച്ച് എടുത്തിടാം കേട്ടോ. ചക്കര ഞാൻ ഉരുക്കി ഇവിടെ അയച്ച് വെച്ചാട്ടോ. പിന്നെ ഒരു 4 ചെറിയ മസൂർ പായ ഉണ്ട് കേട്ടോ. ചക്കര ഞാനൊരു 6 എടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഇങ്ങനെ ഉരുക്കി വെച്ചിട്ടുള്ളത്. ഇനി അതിൽ നിന്ന് കുറച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. 2 മസൂർ പായും കൂടെ ഇട്ടുകൊണ്ട് നമുക്കിത് ഒന്ന് അരച്ചെടുക്കട്ടോ. അങ്ങനെ ഉരുക്കി വെച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ അടി ഇങ്ങനെ ഊറിയ മാതിരി കുറച്ച് കട്ടിയിലാണ് കേട്ടോ ഞാൻ ഇതാക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് 2 മസൂർ പായും കൂടെ തൊലിച്ചിട്ട് കൊടുക്കാം. നല്ല അങ്ങോട്ട് പിന്നെ അരിയേണ്ട, കുറച്ച് തരിതരിപ്പ് ഉണ്ടായിക്കോട്ടെ. അപ്പോഴാണ് കുഴിയപ്പത്തിന് ടേസ്റ്റ് ഉണ്ടാകുക കേട്ടോ. നല്ല അങ്ങോട്ട് പിന്നെ അരിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാനത് അരച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്തതും ഇതുപോലെ അരച്ചെടുത്ത് കൊണ്ടുവരണം കേട്ടോ. നമ്മൾ കുറച്ച് നേരം ഇത് ഇങ്ങനെ വെക്കണം അരച്ച് കഴിഞ്ഞതിന് ശേഷം. ഇത് ഞാൻ രാവിലെയാണ് ഇപ്പോൾ ചെയ്യണത്. നമുക്കൊരു 3 മണിൻ്റെ ശേഷം ചുടാനുള്ളതാണ്. അപ്പോൾ ഈ ബാക്കിയുള്ള ചോറും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2ാമത്തും കൂടെ നമുക്ക് കുറച്ചും കൂടെ ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്താണ്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. 3 പ്രാവശ്യമായിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. ഇനി ആ 2 മസൂർ പായും കൂടെ നമുക്ക് ഇതിലേക്ക് തൊലിച്ചിട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് ചക്കരയും കൂടെ ഒഴിച്ചാണ് നമുക്ക് ഇതുപോലെ തന്നെ നല്ല കൊണ്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. നമ്മൾ പണ്ട് വാട്ടിലൊക്കെ പിന്നെ ഇടിച്ചിട്ടുണ്ടാക്കൂലായിരുന്നു കുയ്യപ്പം നെയ്യപ്പമൊക്കെ. അതുപോലെ കുറച്ച് തെരിപ്പുണ്ടെങ്കിലാണ് പഴയ ടേസ്റ്റ് ഉണ്ടാകുക കേട്ടോ. അപ്പോൾ പിന്നെ മൈദപ്പൊടിയും ഇതൊക്കെ കൂട്ടിയിട്ട് ആൾക്കാരുണ്ടാക്കണം. അത് അത്ര ടേസ്റ്റ് എനിക്ക് തോന്നണില്ല. നമ്മൾ ഈ അരി അരച്ചുണ്ടാക്കണ ടേസ്റ്റാണ് നല്ലത്. അപ്പം ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ അരച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പം നമ്മളത് മുഴുവൻ ഞാനിങ്ങനെ അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റുള്ളത് കുറച്ച് ചക്കര കുറവുണ്ട് കേട്ടോ. അതാണ് കുറച്ച് വെളുത്തായി തോന്നി. കുഴപ്പമൊന്നുമില്ല, നല്ല ആവശ്യത്തിലുള്ള മധുരം ഉണ്ട് കേട്ടോ. എല്ലാതും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് നമുക്കിത് വെക്കട്ടെ. നമ്മളിനി 3 മണിക്കേ ഇത് എടുക്കുകയുള്ളൂ. ഞാൻ ഇപ്പോൾ ഇത് അരക്കണത് 10 മണിക്കാട്ടോ. അത്രയും നേരം ഇതൊന്ന് നല്ല ഉഷാറുള്ള അവിടെ ഇരിക്കട്ടെ. നമുക്കവിടെ മൂടി വെക്കാം കേട്ടോ. നമുക്ക് വേറെയുള്ള പണികളൊക്കെ അതിൻ്റെ കൂടെ അങ്ങോട്ട് കഴിക്കാം. ഞാൻ അതിലേക്ക് ഇടാനുള്ള കുറച്ച് തേങ്ങ ഇങ്ങനെ 1 മുറി തേങ്ങ ഇങ്ങനെ ചെറുതാക്കി കൊത്തി ഇതാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കരിഞ്ചീരകം കേട്ടത്. ഇത് രണ്ടും കൂടെ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നെയ്യിൽ വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ 3 മണിയായി. ഇപ്പോൾ ഞാൻ ഇപ്പോൾ വന്നാണിത് ചുടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ നെയ്യിൽ രണ്ടും കൂടെ വറുത്ത് ആദ്യം തേങ്ങ ഇങ്ങനെ നല്ല വറുത്തിട്ടതിന് ശേഷം പിന്നെ തീ ഓഫാക്കിയിട്ട് അതിലേക്ക് കരിഞ്ചീരകം ഇട്ട് കൊടുത്താൽ കേട്ടോ. ഇനി എല്ലാതും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് കുറച്ച് കട്ടിക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു തുള്ളി വെള്ളം നമുക്ക് തീ ഒഴിച്ച് കൊടുക്കണം. ഇത്ര കട്ടി വേണ്ട. നെയ്യിൻ്റെ ഇതൊക്കെ തേങ്ങയും കരിഞ്ചീരൊക്കെ എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തിട്ടാ. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ.
ഞാൻ നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ, ഉപ്പ് എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ടാട്ടാ. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണ്. അപ്പോൾ അധികം എണ്ണയൊക്കെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ 1-2 പ്രാവശ്യം തന്നെ തുള്ളി എണ്ണ വെച്ച് കഴിഞ്ഞാൽ അത് ചുട്ട് കഴിയോളം അതിൽ എണ്ണ ഉണ്ടാവും കേട്ടോ. എണ്ണ വല്ലാതെ കുടിക്കൊന്നുമില്ല. പാരുമ്പോൾ പിന്നെ നമ്മൾ കുഴിയിൽ ഒരു 3/4 അരക്കായിട്ട് പാരണം കേട്ടോ. പിന്നെ നമുക്ക് അങ്ങനെ പാരേണ്ടി വരില്ല. അപ്പോൾ നല്ല ചൂടാവട്ടെ. ചൂടാൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് പൊടി ഒഴിച്ച് കൊടുക്കട്ടോ. ഞാൻ ചെറിയൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് അങ്ങനെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് എല്ലാ കുഴിയിലും ഒഴിച്ച് കൊടുക്കുക. അത്യാവശ്യം വലിപ്പമുള്ള കുഴിയാണ്, പിന്നെ തോന കുഴിയുണ്ടല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ചുട്ട് കഴിയും കേട്ടോ. പിന്നെ ആണെങ്കിൽ അടി പിടിക്കണ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നല്ല അങ്ങോട്ട് വെന്ത് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ അതന്നെ അടിയിൽ നിന്ന് ഇങ്ങനെ പൊന്തും. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. എനിക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം ചുട്ടാൽ മതി. 10-12 കുഴിയില്ലേ. ഇത് ഞാൻ ചൂടുമ്പോൾ പിന്നെ എൻ്റെ ആങ്ങളാരെ കുട്ടികൾക്കും എൻ്റെ അടുത്ത അയൽവാസിയിലൊരു കുട്ടിയുണ്ട്, അവർക്കൊക്കെ ഇങ്ങനെ കൊടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കുറച്ച് തോനെ ചുട്ടിട്ടോ. ആദ്യത്തൊന്നും ഇങ്ങനെ ഉണ്ട് ചുവപ്പ് കളർ കൂടിപ്പോയിട്ടാ. നമുക്കിതൊക്കെ മറിച്ചിട്ട് കൊടുക്കട്ടോ. നമ്മൾ മറ്റേ ഇൻഡാലിയത്തിൻ്റെ ചട്ടിയൊക്കെ ആണെങ്കിൽ കുറേ പണിയാണ്. ചിലതാണ് അങ്ങോട്ട് അടി പിടിച്ചിട്ട് ഇങ്ങോട്ട് ഇളക്കിയാലും കിട്ടൂല, ആകെ പ്രശ്നമാവും. ഇതാകുമ്പോൾ പിന്നെ നമുക്ക് ചുട്ടെടുക്കാൻ നല്ല സുഖാട്ടാ, ഒരു ബേജാറുമില്ല. കഞ്ഞി കൊള്ളിമ കൊണ്ട് ഊട്ടിയാണ്ട് പപ്പടക്കോലാട്ടോ, അതുകൊണ്ട് ഞാൻ ഊട്ടി ഇങ്ങനെ എടുക്കുക കേട്ടോ. കണ്ട ആ കുഴിയിലൊക്കെ കണ്ട എണ്ണ ഇതിലങ്ങനെ ഈ പാത്രത്തിൽ അങ്ങനെ എണ്ണ അങ്ങനെ കുടിക്കൂല കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് ഇനി അടുത്തതും ഇങ്ങനെ ഒഴിച്ച് കൊടുക്കട്ടോ. കുറച്ച് ഏറിപ്പോയത്. കുട്ടികൾക്ക് നല്ല ഇഷ്ടമല്ലേ കുയ്യപ്പം. നെയ്യപ്പത്തിനെക്കാട്ടിയും കലത്തപ്പത്തിനെക്കാട്ടിയൊക്കെ ഇഷ്ടം കുട്ടികൾക്ക് കുയ്യപ്പമാണ്. അതൊക്കെ നമ്മളമ്മമാരെ പണ്ടത്തെ പലഹാരങ്ങളാണ്. ഇപ്പം അങ്ങനത്തെ പലഹാരമൊന്നും അങ്ങനെ ആർക്കും ഇഷ്ടമല്ല, മധുരമുള്ള. കുട്ടികൾക്ക് ഒരുവിധം കുട്ടികൾക്ക് ഇഷ്ടം എരുവാ. എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് എരിവുള്ളത് മതി എന്ന് പറയും. ഇനി നമുക്കത് മറിച്ചിട്ട് കൊടുക്കട്ടെ. മറ്റേ അതിൻ്റെ മാതിരി തന്നെ ഉണ്ടാകും. നമ്മൾ തൊടുമ്പോഴത്തേന് തിരിഞ്ഞ് വരണുണ്ടല്ലേ, അതായത് മറ്റേ ചട്ടി ഇരുമ്പിൻ്റെ ചട്ടി നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയൊക്കെ ആണെങ്കിൽ നമ്മൾ അതിന് കുറച്ച് പാട് കിടണം ഒന്ന് മറിഞ്ഞ് കിട്ടാൻ. അപ്പോൾ ഇതെല്ലാതും നമുക്കിതുപോലെ മറിച്ചിട്ട് കൊടുത്തുകൊണ്ട് ഓരോ തല മറിച്ചിട്ട് കഴിയുമ്പോഴത്തേനും മറിച്ചിട്ട ഭാഗം വെന്തിട്ടുണ്ടാവും കേട്ടോ. നമുക്കണ്ട് കോരിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പിന്നെ നമ്മളെ ഉണ്ടാക്കുന്നതിൽ തെറ്റുകളും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക എന്നും ഞാൻ പറയുന്നതാണ്. നമ്മൾ എല്ലാം കൊണ്ടും തന്ന ആൾക്കാരല്ല, നമ്മളതിലാണ് പല പോരായ്മകളും ഉണ്ടാവും. നമ്മൾ വിചാരിക്കും നമ്മളിതെല്ലാം ശരിയാണ്, നമ്മളെല്ലാം തയ്ഞ്ഞു. പക്ഷേ നമ്മളങ്ങനെയല്ല. നമ്മൾ എന്ത് തന്നെ ചെയ്താലും നമ്മളിൽ ഓരോ പോരായ്മകളുണ്ടാവും. അപ്പോൾ അത് നമ്മളെ തെറ്റിനെയും പോരായ്മകളും എപ്പോഴും അംഗീകരിക്കുക. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മളെടുത്ത് എന്തെങ്കിലും തെറ്റും പോരായ്മയുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിച്ച് തരട്ടാ. അപ്പോൾ നമ്മളതൊക്കെ വെന്തിട്ടാ. നമുക്കിതുപോലെ ബാക്കിയുള്ള പൊടി ഇങ്ങനെ ഒഴിച്ചാണ്ട് ചുട്ടെടുക്കട്ടോ. പൊടി റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ഈ പാത്രത്തിൽ ചൂടാൻ നല്ല എളുപ്പമാട്ടോ. നമുക്ക് ടെൻഷനും വേണ്ട. അല്ലെങ്കിൽ മറ്റേ ലാസ്റ്റാട്ടത് ഇത്രയേ ഉള്ളൂ, മുഴുവനത്തേക്ക് പാരാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇതും പൊടി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കുഴിയപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാം നല്ല സോഫ്റ്റ് നെയ്യ കുഴിയപ്പട്ട, അടിപൊളിയാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി
നല്ല ടേസ്റ്റുള്ള കുഴിയപ്പമാണ്, നല്ല സോഫ്റ്റുള്ള കുഴിയപ്പമാണ്. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.